ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രോഫി ടേക്കിലേക്ക് സ്വാഗതം. വാട്സപ്പ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്ന് സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള ഒരു കാലമാണ്. നമ്മളൊക്കെ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ നമ്പർ പലപ്പോഴും മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചില സെറ്റിങ്സുകൾ, വാട്സപ്പിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ചില സെറ്റിങ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊക്കെ സെറ്റിങ്സാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്? അതിനായി നമ്മൾ ആദ്യം മുകളിൽ കാണുന്ന ആ 3 ഡോട്ട് എന്നുള്ള ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സെറ്റിങ്സിലേക്ക് വരിക. സെറ്റിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ. അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ടു സെറ്റപ്പ് വെരിഫിക്കേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ഓൾറെഡി ചെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെയാണ് കാണുന്നത്. അല്ലാത്ത പക്ഷം അവിടെ താഴെയായി എനാബിൾ എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണുക. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടേതായ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ കൊടുത്തതിന് ശേഷം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണുക. ഇത് ചെയ്യുന്നതിനുള്ള ഗുണം, നിങ്ങളുടെ വാട്സപ്പ് പിന്നീട് മറ്റൊരാൾക്ക് മാറുമ്പോഴൊക്കെ നിങ്ങൾ സിമ്മ് ചേഞ്ച് ചെയ്ത് നിങ്ങളുടെ സിമ്മ് മറ്റൊരാളിലേക്ക് എത്തി അദ്ദേഹം ആ നമ്പറിൽ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഈ 2 വെരിഫിക്കേഷൻ പാസ്വേഡ് ചോദിക്കും. അദ്ദേഹത്തിന് ആ പാസ്വേഡ് അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ കഴിയുകയില്ല. ഓക്കെ, അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതിനായി നമ്മുടെ 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ടിലേക്ക് വരിക. അക്കൗണ്ടിൽ വന്നതിന് ശേഷം പ്രൈവസി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ലാസ്റ്റ് സീ ആൻഡ് പ്രൊഫൈൽ ഫോട്ടോസ് എബൌട്ട് ആൻഡ് സ്റ്റാറ്റസ് എന്നൊക്കെ കാണാവുന്നതാണ്. അതിൽ ലാസ്റ്റ് സീ എന്നുള്ളിടത്ത് ഞാൻ നോബഡി എന്നാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ നോബഡി ആൻഡ് മൈ കോണ്ടാക്ട് എവരി വൺ എന്നൊക്കെ കാണാവുന്നതാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് നമ്മളെപ്പോഴാണോ വാട്സപ്പ് ചെക്ക് ചെയ്തത് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഓപ്ഷൻ ഉള്ളത്. ഈ നോബഡി ഞാൻ ക്ലിക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴാണ് ലാസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലാവുകയില്ല. അതല്ല, നമ്മൾ മൈ കോണ്ടാക്റ്റ് ആണ് വെച്ചതെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റിലുള്ള എല്ലാവർക്കും ഞാൻ എപ്പോഴാണ് വാട്സപ്പ് ലാസ്റ്റ് നോക്കിയതെന്ന് അവർക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് അതിന് ശേഷം താഴെയായി നമുക്ക് കാണാം പ്രൊഫൈൽ ഫോട്ടോ എന്നുള്ളത്. അതെൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ഞാൻ എവരി വൺ ആണ് വെച്ചിരിക്കുന്നത്. എവരി വൺ വെക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചിങ്ങനെ, നമ്മളെ സ്ത്രീകളാണ് ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും നിങ്ങളുടെ മൈ കോണ്ടാക്റ്റ് എന്നുള്ളത് വെക്കലായിരിക്കും ഏറ്റവും ഉചിതം. കാരണം നിങ്ങളെ കോണ്ടാക്റ്റിലല്ലാത്തവർക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് കാണാൻ സാധിക്കുകയില്ല. അതല്ല, നിങ്ങൾ എവരി വൺ ആണ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ മറ്റുള്ളവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ വാട്സപ്പിലൂടെ നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ക് അവർക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അടുത്തതായി നമുക്ക് കാണാം എബൌട്ട് എന്നുള്ള ഓപ്ഷൻ. ഞാൻ എബൌട്ട് എന്നുള്ളത് എവരി വൺ ആണ് വെച്ചിരിക്കുന്നത്. മൈ കോണ്ടാക്റ്റ്, നോബഡി എന്നൊക്കെ കാണാവുന്നതാണ്. സ്ത്രീകൾ മസ്റ്റായി നിങ്ങളുടെ മൈ കോണ്ടാക്റ്റ് എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ അറിയാതെ നമ്മൾ പല ഗ്രൂപ്പുകളിലൊക്കെ മെമ്പർ ആവുന്നവരാണ്. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും പല ഗ്രൂപ്പുകളിലും. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ പലപ്പോഴും പ്രൊഫൈൽ പിക്ക് കുട്ടികളുടേതാണെങ്കിലോ മറ്റ് ഫ്ലവേഴ്സുകളാക്കുക വെച്ചാലും നമ്മൾ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എബൌട്ട് എന്നുള്ള ഓപ്ഷനിൽ നമ്മുടെ പേരാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കാറ്. അപ്പോൾ എവരി വൺ വെക്കുന്ന സമയത്ത് ആ നമ്പർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ നമ്പറിൻ്റെ ലെഫ്റ്റ് ബട്ടണിലായിട്ട് നമ്മുടെ പേര് എഴുതി കാണിക്കും. അപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അത് സ്ത്രീയുടെയാണോ പുരുഷൻ്റെതാണോ എന്ന്. അതെങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എബൌട്ട് എന്നുള്ള ഓപ്ഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യാം? അതിനായി നമ്മൾ പിറകിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കാണാം നമ്മുടെ പ്രൊഫൈൽ പിക്. അതിൽ ഞാൻ റോഫ് MK എന്നാണുള്ളത് എൻ്റെ പ്രൊഫൈൽ. അവിടെ താഴെയായി കാണാം എൻ്റെ യൂട്യൂബിൻ്റെ URL. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണാം എബൌട്ട് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ ഇതുവരെയായി നിങ്ങളുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങളത് ചേഞ്ച് ചെയ്യുക. അത് വളരെ ഉപകാരപ്പെടും. സ്ത്രീകൾ മസ്റ്റായി അവിടെ നിങ്ങളെ പേര് എഴുതി വെക്കാതിരിക്കുക. എഴുതി വെച്ചാൽ തന്നെ
നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിങ്സിൽ പ്രൈവസി എന്നുള്ള ഓപ്ഷനിൽ അബൌട്ട് എന്നുള്ളിടത്ത് എവരി വൺ എന്നുള്ളത് ചേഞ്ച് ചെയ്ത് മൈ കോണ്ടാക്റ്റ് എന്നോ അതല്ല നോബഡി എന്നോ നിങ്ങൾ വെക്കേണ്ടതുണ്ട്. പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് എൻ്റെ വാട്സപ്പ് മറ്റുള്ളവർ ചാറ്റ് ചെയ്യുന്നുണ്ടോ, മറ്റു ഡ്രൈവുമായി കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ. അതിനായി നമ്മൾ മുകളിൽ കാണുന്ന 3 ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വാട്സപ്പ് ആപ്പ് വെബ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇങ്ങനെ ഒരു ഫീച്ചറാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ വാട്സപ്പ് ഇതുവരെയും മറ്റൊരാൾ QR കോഡിലൂടെ മറ്റൊരു ഡ്രൈവിലേക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല എന്ന് കാണാം. അതല്ല മറ്റൊരു രീതിയിൽ ഇതുപോലെയാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റൊരു ഡ്രൈവിലേക്ക് ഇതുവരെയായി കണക്ട് ചെയ്തില്ല എങ്കിൽ ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ വാട്സപ്പ് മറ്റൊരു ഡ്രൈവുമായി കണക്റ്റഡ് ആണ്. നിങ്ങളുടെ വാട്സപ്പിലുള്ള മെസ്സേജുകളൊക്കെ മറ്റൊരാൾ റീഡ് ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അവിടുന്ന് ലോഗ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. പക്ഷേ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യുന്നതിലും നല്ലത് ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ആ വാട്സപ്പ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് രണ്ടാമതൊരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യലായിരിക്കും ഏറ്റവും ഉചിതം. കാരണം വാട്സപ്പിൻ്റെ QR കോഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മറ്റൊരു വാട്സപ്പ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് QR കോഡ് ഉപയോഗിച്ചിട്ട് ആ ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് തന്നെ അവർക്ക് നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതും കൂടി വളരെ സൂക്ഷിച്ച് ചെക്ക് ചെയ്യുക. ഈ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നീട് നിങ്ങൾ ഇതുവരെയായി നിങ്ങളുടെ സഹോദരികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ ഈ ഒരു സെറ്റിങ്സൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.